മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയാൻ കേന്ദ്ര നിയമങ്ങളിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്ന് മന്ത്രി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പൊതുജനങ്ങൾക്ക് ജനവാസ മേഖലകളിൽ ഭീതി കൂടാതെ സമാധാനപരമായി ജീവിക്കുന്നവരുടെ സാഹചര്യം നിലനിർത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിനാലും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11(1)(a) വകുപ്പ് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സാധ്യമാകും വിധം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് ഏൽപ്പിച്ചു നൽകുന്നതിനും വകുപ്പ് 5(2) ഉൾപ്പെടെ ഭേദഗതി ചെയ്യുന്നതിനും വകുപ്പ് 11(1)(a)യിലെ ക്ലിപ്ത നിബന്ധനകളിലെയും വിശദീകരണങ്ങളിലെയും നടപടിക്രമങ്ങളും വന്യജീവി നിയമത്തിന് കീഴിൽ പുറപ്പെടുവിച്ചുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉപദേശങ്ങളും മാനദണ്ഡങ്ങളും ലഘൂകരിക്കുന്നതിന് ആവശ്യമായ പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രസ്തുത കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത് വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനും കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ഈ സഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ഷീജ സഭയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ഷീജ, വിവരങ്ങൾ. പ്രധാനമായും സംസ്ഥാനത്തെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതിൽ വലിയ തോതിൽ തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര നിയമങ്ങൾ തന്നെയാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ഇതിപ്പോൾ നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വനം മന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, വന്യജീവികൾ പെറ്റുപെരുകി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യമാണ്. ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ അനുമതി നിഷേധിക്കുന്ന പശ്ചാത്തലത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനുള്ള അധികാരം അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനൊപ്പം തന്നെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നിവർക്കും ഉണ്ടാകണം എന്നുള്ളതും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്താൻ തയ്യാറാകണം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഈ പ്രമേയത്തിൽ പ്രതിപക്ഷം ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഈ ഭേദഗതികൾ സ്പീക്കർ തള്ളിയിരുന്നു. മന്ത്രി അത് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തള്ളുകയും തുടർന്ന് പ്രമേയം ഐക്യകണ്ഠേന പാസാക്കുകയുമായിരുന്നു. ശരി, ഷീജയാണ് വിവരങ്ങൾ.